സംഭവിച്ചു പറഞ്ഞ കുട്ടികൾ രണ്ടും കൂടി ഓടി കളിച്ചു വീണു. ആ സമയം നമ്മ ആശുപത്രിയിൽ എത്തിച്ചതും അവിടെ ആവില്ല, പാലക്കാട് പോകാൻ പറഞ്ഞു. പാലക്കാട് പോയി അവര് ബാൻഡേജ് ഇട്ടു. മുറിവൊന്നും നോക്കാതെയാണ് അവര് ബാൻഡേജ് ഇട്ടത്. അങ്ങനെ നമ്മ മരുന്നും മേടിച്ച് വന്നു. പിന്നെ പിറ്റേ ദിവസം അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല കുട്ടിക്ക്. അപ്പൊ പിറ്റേ ദിവസവും പോയപ്പോ അവര് പറഞ്ഞു എല്ല് പൊട്ടിയതല്ലേ, വേദനയുണ്ടാവും, മരുന്ന് കഴിച്ചാൽ മതി, മാറും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവര് പൊട്ടലൊന്നും നോക്കിയില്ല. ഇപ്പൊ മോളുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇപ്പൊ കുട്ടിന്റെ കൈ ഒരു എന്തായാലും ചെയ്തു. ഇപ്പോ ഈ ആശുപത്രിയിൽ അവരെന്താ പറയുന്നേ? ഈ ഒരു ചെയ്തില്ലെങ്കിൽ കുട്ടിന്റെ ഹാർട്ടിലേക്ക് ബാധിക്കും പറഞ്ഞിട്ടാണ് അവരിപ്പോ കൈ എടുത്ത് മാറ്റിയത്. ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ എന്താ പറയുന്നേ ഇപ്പോ? അപ്പൊ അവിടെ പറയണത് അവരിന്റെ കൈപ്പഴയാണ്, അത് മുറിവ് നോക്കാതെയാണ് അവര് അടച്ചു കെട്ടി അവര് ബാൻഡേജ് ഇട്ടത്. അതാണ് അവര് പറഞ്ഞത്. അതുകൊണ്ട് ഈ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വഴിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.